ഇവിടെ പോടോ രാവിലെ കെട്ടി ഒരുങ്ങി ഷോപ്പിൽ പോന്നു. കള്ളു കുടിക്കാൻ പോണോ ഷാപ്പിൽ? ഷാപ്പിൽ പോന്നെന്നാ പറഞ്ഞു, ഷോപ്പിൽ പോന്നില്ലേ പറഞ്ഞേ? ഷോപ്പിൽ പോണോ? എടി വരുമ്പോ ഒരു പുതപ്പ് മേടിച്ചോണ്ട് പോണി, ഇത് അങ്ങ് പഴയ പോയി. അയ്യോ ഞാൻ ഷോപ്പിങ്ങിനല്ല പോന്നേ, ഷോപ്പിംഗ് മാളിൽ പണിക്കാ പോകുന്നത്. എന്റെ പോക്കുണ്ട് ജില്ലാ കളക്ടർ പോണ പോലെ അല്ല അങ്ങ് പോണത്. ഓ അവിടെ തുണിക്കട നിൽക്കാൻ പോവില്ലേ? തുണിക്കട നിന്നിട്ട് അതുകൊണ്ടാണല്ലോ 3 നേരം ഉരുട്ടി വിഴുങ്ങുന്നത്. പിന്നെ ഈ വീടിന്റെ വാടക കൊടുക്കുന്നതും അങ്ങനെ തന്നെയല്ലേ? നീ കുറച്ച് സേവ് ചെയ്യാനുണ്ട് നീ. വീടിന്റെ വാടക ഇതും കൊടുത്താൽ പോരാ, നീ ബാക്കി കിട്ടുന്ന കാശിന് മുഴുവൻ ലോട്ടറി എടുപ്പല്ലേ ജോലി, അതൊക്കെ നിർത്തണം നീ. അത് ഞാൻ ലോട്ടറി എടുക്കും. ഭാഗ്യദേവത എന്തെങ്കിലും എന്നെ കടാശിക്കും, അതുവരെ ഞാൻ ലോട്ടറി എടുക്കും. കടാശിക്ക് ഇന്ന് രാവിലെ ഭാഗ്യമുള്ള പലിശക്ക് വന്നിട്ട് പോയി കൊടുക്ക്. ഭാഗ്യമുള്ള പലിശക്ക് വന്നപ്പോ പുതപ്പ് മൂടി ഇവിടെ ഇരുന്നായിരുന്നോ? നാണോ ഉണ്ടോ മനുഷ്യൻ നിങ്ങൾക്ക് ഈ പുതപ്പിനകത്ത് കയറിയിരിക്കാനെ? നാട്ടുകാർ മുഴുവൻ നിങ്ങളെ വിളിക്കുന്നത് എന്തെന്നറിയോ? കുളിര സുനീന്ന്. കുളിര സുനീന്ന് നല്ല പേരാണോ? നല്ല പേര്. എന്നെ വിളിക്കുന്നത് എന്തെന്നറിയോ? ഹോട്ടമ്മിണീന്ന്. നീ ഇച്ചിരി ഹോട്ടാണ്. നീ എന്നോട് ചിലപ്പോ ഇച്ചിരി ഹോട്ടാകാറുണ്ട്. അതൊക്കെ അത് കേട്ടിട്ടായിരിക്കും അവരെന്നെ അങ്ങനെ വിളിക്കുന്നത്. നീ അങ്ങനെ നിസാരമായിട്ട് കാരണം ഞാൻ നല്ലൊരു പെയിന്ററാ കേട്ടോ. നല്ല പെയിന്റർ എന്താ ഇപ്പൊ പണിക്ക് പോവാത്തെ? അത് പിന്നെ സുരേന്ദ്രന്റെ വീട്ടിൽ പോയിട്ട് നിങ്ങൾ എന്തോന്നാ ചോദിച്ചത്? വൈറ്റ് വാഷ് അടിക്കാൻ പറയാ. ഏത് കളറാ അടിക്കേണ്ടത്? ചോദിക്കും. വൈറ്റ് വാഷ് അടിക്കാൻ വൈറ്റ് അടിച്ചാൽ മതി, അല്ലെ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. അയ്യോ ചോദിക്കേണ്ട കാര്യമില്ല, അത് ഇപ്പോഴാണ് മനസ്സിലായത്. ഒരു പെയിന്റർക്ക് അങ്ങനെ പറ്റാൻ പാടില്ല. പറ്റാൻ പാടില്ലല്ലോ. അപ്പൊ ഇതൊക്കെ പറ്റുന്നതിന് യാതൊരു കുഴപ്പമില്ല അല്ലേ? എന്താ ഇത് രാവിലെ കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റ്? ഇഡ്ഡലി സാമ്പാറും. എന്റെ ദൈവമേ, എന്നും ഇഡ്ഡലിയും സാമ്പാറും കഴിച്ച് ദൈവമേ മടുത്തെങ്കിൽ ഞാനത് ആടിനിട്ട് കൊടുക്കാം, കാടി കുറവായി. അതല്ല എന്നും ഈ ഇഡ്ഡലിയും സാമ്പാറും കഴിച്ച് അതില്ലാണ്ട് ഇപ്പൊ രാവിലെ ഒന്നും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. അത് ഞാൻ കഴിച്ചോളാം. എന്റെ മനുഷ്യൻ നിങ്ങൾ ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനെയാണെന്ന് പറ. എനിക്ക് സഹിക്കുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ട് കേട്ടോ. പിള്ളേരെ ഫീസ് കൊടുക്കണം, വീടിന്റെ വാടക കൊടുക്കണം. ഞാൻ ഈ കൊണ്ടുവന്ന നക്കാപ്പിച്ച പൈസ കൊണ്ട് എന്തോന്നാ നക്കാപ്പിച്ച പൈസ കൊണ്ട് എങ്ങനെ കഴിയുമെന്നാ നിങ്ങൾ ഈ പറയുന്നത്? വല്ലപാട് ഞാൻ ഇറങ്ങിപ്പോയി, എല്ലാം കൂടെ വലിച്ചെറിഞ്ഞ് കൊണ്ടുപോയിട്ട് ഞാൻ പോവും ഞാൻ കേട്ടോ. മനസ്സിലായി. നീ വേറെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാനുള്ള സെറ്റപ്പല്ലേ? അയ്യോ കണ്ണാനം കടിച്ചാനോ? ഒരെണ്ണം കടിച്ച പാട് എനിക്കറിയാം. ഇനി എനിക്ക് കല്യാണമേ വേണ്ട. കല്യാണം എന്തായാലും ഞാൻ കഴിക്കാൻ പോകുന്നില്ല. എന്റെ ഒരു അനിയത്തി കെട്ടാൻ അവിടെ നിൽപ്പുണ്ടല്ലോ, ഞാൻ അവിടെ കൂടെ പോയി പുറത്തോളാം. ഞാനാണ് തെറ്റുകാരൻ, ഞാനങ്ങനെ ചെയ്യരുത്. ഞാനാണ് ഇവിടെ നിന്ന് പോകേണ്ടത്. അല്ല ചേട്ടാ ഇപ്പൊ ഫീൽ ചെയ്യാൻ മാത്രം ഞാൻ അതല്ല ചേട്ടാ. ഇവിടുത്തെ പിള്ളേരുടെ കാര്യങ്ങൾ നോക്കുന്നു, വീട് ചെലവ് നോക്കുന്നു, വീട് വാടക കൊടുക്കുന്നു. സങ്കടം കൊണ്ട് പറഞ്ഞല്ലേ ചേട്ടാ. ഞാൻ പൊക്കോളാം. ചേട്ടാ എവിടെ പോകുന്നേ പറയുന്നേ? നിന്റെ ഒരു അനിയത്തി കെട്ടാൻ നിൽപ്പുണ്ടെന്ന് പറഞ്ഞില്ലേ, ഞാൻ അവിടെ പോയി പുറത്തോളാം. അനിയത്തിയുടെ വീടിന്റെ പരിസരത്തങ്ങനെ വന്നാൽ നിങ്ങളുടെ ചൂലും കെട്ടി ഞാൻ അടിക്കും കേട്ടോ. അനിയത്തിയുടെ വീട്ടിൽ പൊറുക്കാൻ നടക്കുന്ന നിങ്ങള്. ഈ ഫ്രീ ആണ് ഇന്ന് പോകണ്ടേ? അവരുടെ പണിക്ക് നിൽക്കരുത് കേട്ടോ. പുതപ്പ് മുടി ഇരിക്കാത്ത എന്തെങ്കിലും ജോലിക്ക് പോകാൻ മനസ്സിലാ. ഞാൻ ജോലിക്ക് പോകാൻ പോവാ കേട്ടോ. നീ ജോലിക്ക് ഒരു കാര്യം, ഒരു ഉപകാരം ചെയ്യാൻ പറ്റുമോ? എന്തുവാ? ഒരു കോഴിത്തൂര് എടുത്ത് തരാൻ പറ്റുമോ? എന്തിനാ? നീ പോകുമ്പോ ഞാൻ ഫ്രീ ആണല്ലോ. ഇതിന് ചേട്ടാ നല്ല സുഖമായിരിക്കും. എന്നാ പിന്നെ പപ്പടം കുത്തുന്ന കമ്പി ഉണ്ട്, എടുത്തങ്ങ് കുത്തിത്തരട്ടെ ഞാനങ്ങ്. എന്താണ്? അല്ല ഞാനവിടെ കയറി ഇരിക്കണ്ട. ഫ്രിഡ്ജിനകത്ത് 10 മുട്ട ഇരിപ്പുണ്ട്, എടുത്ത് അങ്ങോട്ട് കക്ഷത്തിലോട്ട് വെക്ക്. അടയിരിക്കുവാണല്ലോ എന്തായാലും, അത് അവിടെ നിന്ന് വിരിയട്ടെ. എന്തോ ചെയ്യാൻ എന്റെ തലവിധി എന്ന് പറഞ്ഞ് തല അടിച്ചു പൊളിക്കാതെ പണിക്ക് പോവച്ചേ. എന്നാ നിന്നെ അടിച്ചു പൊളിക്കാൻ ഞാൻ പണിക്ക്. എന്റെ ദൈവമേ, എന്തൊരു തലയിലെടുത്തലാ ഇത്.